സ്റ്റഡീസിലെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള തിയറി പോർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് തിയേറ്റർ ഫോംസ് ആൻഡ് ദിയർ അനാലിസിസ്. ആദ്യമേ ഒറിജിൻ ഓഫ് ഡ്രാമ ഒറിജിനേറ്റ് ചെയ്തിരുന്നത് ഏൻഷ്യൻ റിലീജിയസ് റിച്വൽസിൽ നിന്നും ഫെസ്റ്റിവൽസിൽ നിന്നുമായിരുന്നു. ആൻഡ് ഈ വേർഡ് ഡ്രാമ എന്നുള്ള വേർഡ് ഇറ്റ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഡ്രാൻ, മീനിങ് ടു ഡു ഓർ ടു ആക്ട്. സോ ഗ്രീക്ക് ഡ്രാമ ഈ എന്താ പറയുക, ഗോഡ് ഡയനീഷ്യസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫെസ്റ്റിവൽസിനെ, അതായത് അദ്ദേഹത്തിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡയനീഷ്യസ് ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു ഇതിനകത്തു നിന്നാണ് ഗ്രീക്ക് ഡ്രാമ ഇവോൾവ് ചെയ്തത്. ഏർലി പെർഫോമൻസ് ഓഫ് ഗ്രീക്ക് അല്ലെങ്കിൽ ഏർലി പെർഫോമൻസിനകത്ത് ഡ്രാമയുടെ എന്ന് പറയുമ്പോൾ സിംഗിങ്, ഡാൻസിങ് ആൻഡ് സ്റ്റോറീസിനെ മൈം ചെയ്ത് കാണിക്കുമായിരുന്നു. ഫസ്റ്റ് നോൺ ആക്ടർ എന്ന് പറയുന്നത് തെസ്പിസ് ആണ്. അദ്ദേഹമായിരുന്നു ഡയലോഗ് പെർഫോമൻസുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ട്രാജഡി അല്ലെങ്കിൽ ഗോഡ് സോങ് ആണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. പിന്നീടാണ് കോമഡിയും സറ്റയർ പ്ലേസും വന്നത്. അപ്പം ഡ്രാമയ്ക്കകത്ത് സോഷ്യൽ, മോറൽ ആൻഡ് റിലീജിയസ് ഫംഗ്ഷൻസ് ആയിരുന്നു ഏർലി സൊസൈറ്റിയിൽ ഡ്രാമ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു കമ്മ്യൂണിറ്റി ഇവന്റ് ആയിട്ട് മാറി, ഇൻവോൾവിംഗ് ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ. ഏർലിയസ്റ്റ് റെക്കോർഡഡ് പ്ലേ എന്ന് പറയുന്നത് ഈസ്കിലസിന്റെ ദ പേർഷ്യൻസ് എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ ഡ്രാമ ഇവോൾവ് ചെയ്തത് ഭരതമുനിയുടെ നാട്യശാസ്ത്രയിലൂടെയായിരുന്നു. സാൻസ്ക്രിറ്റ് ഡ്രാമയ്ക്കകത്ത് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഇമോഷൻസ് അല്ലെങ്കിൽ രസ ഉണ്ടായിരുന്നു. ചൈനീസ് ആൻഡ് ജാപ്പനീസ് തിയേറ്റർ എന്ന് പറയുന്നത് റിച്വലിസ്റ്റിക് ട്രഡീഷൻസിൽ നിന്നാണ് അവർക്ക് ഡ്രാമ ഇവോൾവ് ആയത്. മെഡീവൽ യൂറോപ്യൻ ഡ്രാമ എന്ന് പറയുന്നത് ചേർച്ചിൽ നിന്നായിരുന്നു വന്നിരുന്നത്. ഓക്കെ, തിയേറ്ററിനകത്ത് ഓൾവേസ് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഡ്രാമ പെർഫോം ചെയ്യുമ്പോൾ ആ സമയത്തെ കൾച്ചർ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അതിനകത്ത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുമായിരുന്നു. മാസ്കും കോസ്റ്റ്യൂംസും ഒക്കെ ആയിരുന്നു ആദ്യമേ ബിഗിനിങ്ങിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഡ്രാമയിൽ. ഡയലോഗും പ്ലോട്ടും പിന്നീട് മാറി. ആൻഡ് ഡ്രാമ ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്രിട്ടീക്കിന്റെ ടൂളായിട്ട് മാറി. കോറസ് ആണ് പിന്നീട് ഇവോൾവ് ആയത്. കോറസ് എന്ന് പറയുമ്പോൾ മോറൽ അല്ലെങ്കിൽ സോഷ്യൽ കമന്റേറ്റർ, അതാണ് കോറസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏർലി ഡ്രാമാസ് ടെമ്പിൾസിന്റെ കോർട്ട്യാർഡ്സിലോ അല്ലെങ്കിൽ ഔട്ട്ഡോർസിലോ ആയിരുന്നു പെർഫോം ചെയ്തിരുന്നത്. മിത്തും ലെജൻഡ്സ് ആയിട്ട് ലെജൻഡറി സ്റ്റോറീസും എല്ലാം ഇൻസ്പയർ ചെയ്തിരുന്നു ഏർലി ഡ്രാമാറ്റിക് സ്റ്റോറീസിന്. സ്ത്രീകൾക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഗ്രീക്ക് ആൻഡ് ഏർലി യൂറോപ്യൻ തിയേറ്ററിൽ. പിന്നീടാണ് പിന്നീട് അവരാണ് അവർ ആക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഏർലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പാട്ട് ആണുങ്ങൾ, അതായത് യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് വോയിസ് ആയിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് ഓഫ് ദി ഡ്രാമ, അതായത് ആ ഒരു ഡ്രാമാറ്റിക് സ്ട്രക്ചർ പിന്നീടാണ് ഡെവലപ്ഡ് ആയത്. ഓക്കെ, ദെൻ മേജർ ഗ്രീക്ക് പ്ലേ റൈറ്റ്സ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഈസ്കിലസിനെയാണ് ഫാദർ ഓഫ് ട്രാജഡി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സെക്കൻഡ് ആക്ടർ അല്ലെങ്കിൽ ഡയലോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്ലേസ് ഈ ഡിവൈൻ ജസ്റ്റിസ്, അതായത് ഗോഡ് വന്ന് എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു, ആ ഒരു തീമിലായിരുന്നു, ഡിവൈൻ ജസ്റ്റിസിലായിരുന്നു ഡീൽ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പ്ലേ എന്ന് പറയുന്നത് ഒറസ്റ്റിയ എന്നാണ്. ഒറസ്റ്റിയ ഒരു ട്രിലജിയാണ്, അതായത് അതിനകത്ത് 3 പ്ലേസ് ഉണ്ട്. അടുത്തത് സോഫോക്ലസ് എന്നുള്ള പ്ലേ റൈറ്റ് ആണ്. അദ്ദേഹം തേർഡ് ആക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, മോർ കോംപ്ലക്സ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന വർക്ക് എന്ന് പറയുന്നത് ഈഡിപ്പസ് റെക്സ്. അതൊരു ട്രാജഡിയാണ് കേട്ടോ. പിന്നെ യൂറിപ്പിഡസ് എന്നുള്ള റൈറ്ററാണ്. അദ്ദേഹം ഹ്യൂമൻ സൈക്കോളജിയെയും സ്ത്രീകളുടെ റോളും ഒക്കെ ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്കാണ് മെഡിയ. പിന്നെ അരിസ്റ്റോഫെനസ് ആണ്. അരിസ്റ്റോഫെനസ് മാസ്റ്റർ ഓഫ് കോമഡി എന്നാണ് അറിയപ്പെടുന്നത്. പൊളിറ്റിക്സിനെ, സൊസൈറ്റിയെ സറ്ററൈസ് ചെയ്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ദ ഫ്രോഗ്സ് കേട്ടോ. പിന്നെ മെനാൻഡർ ആണ് ന്യൂ കോമഡിയെ റെപ്രസെന്റ് ചെയ്ത് ഡൊമസ്റ്റിക് ലൈഫിനെയൊക്കെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നത്. ഓരോ പ്ലേ റൈറ്റ്സും പ്ലോട്ടിനും ഡയലോഗിനും ഓരോ റിഫൈൻമെന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ അവർ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഓപ്പൺ എയർ തിയേറ്റേഴ്സിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. കോറസ് ഒരു ഇമ്പോർട്ടന്റ് നറേറ്റീവ് റോളായിട്ട് മാറി. ഗ്രീക്ക് പ്ലേ റൈറ്റ്സ് മോറൽ ലെസൺസിനും ഹ്യൂമൻ ബീയിങ്സിന്റെ നെഗറ്റീവ് ഷെയ്ഡ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നാടകങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. ട്രാജഡീസിനകത്ത് ഫെയ്റ്റ് അല്ലെങ്കിൽ പ്രൈഡ്, ഗോഡിന്റെ ഇന്റർവെൻഷൻ ഇതൊക്കെ വരാൻ തുടങ്ങി. കോമഡീസ് അതോറിറ്റിയെ മോക്ക് ചെയ്തു തുടങ്ങി, വിറ്റിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ ഗ്രീക്ക് തിയേറ്ററിൽ നിന്നാണ് എമർജ് ചെയ്തത്. യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ എന്ന് വെച്ചാൽ അതായത് ഒരു ഡ്രാമ നടക്കുന്നത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആയിരിക്കണം. ആ ഒരു ഡ്രാമയുടെ ടൈം എന്ന് പറയുന്നത് ആ കഥയ്ക്കകത്ത ടൈം, ആ ആക്ഷൻ നടക്കേണ്ടത്. പിന്നെ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് വെച്ചാൽ ഒരു പ്ലേസിൽ തന്നെ ഡ്രാമ ഹാപ്പൻ ചെയ്യണം. അതായത് ഡ്രാമ പെർഫോമൻസ്, അതായത് ആ കഥ, അതിനകത്തെ കഥയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ്, യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ആക്ഷൻ ആയിരിക്കണം അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ കോമഡീസ്, ഓക്കെ, ഡയനേഷ്യൻ ഫെസ്റ്റിവൽസിലാണ് എന്ത് വന്നത്, ഈ ഒരു ഡ്രാമാസ് ഒക്കെ പോപ്പുലറായിട്ട് മാറിയത്. ആക്ടേഴ്സ് എല്ലാം മെയിൽ ആയിട്ടുള്ള ആളുകളായിരുന്നു. പിന്നെന്താണ്, കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിരുന്നു. ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മിക്കവാറും ഉള്ള പ്ലേസ് ഒക്കെ കുറച്ച് പോയട്രി പോലെയൊക്കെ ആയിരുന്നു, പോയറ്റിക് വേർഡ്സിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ.
ആൻഡ് ഡ്രമാറ്റിക് തിയറിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വർക്ക് അരിസ്റ്റോട്ടലിൻ്റെ പൊയറ്റിക്സ് ആണ്. അതിനകത്ത് ഡ്രാമ എങ്ങനെ ആയിരിക്കണം, പ്ലോട്ടിനെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഹീറോ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാം, ഒരു ട്രാജഡിയെ ഡിഫൈൻ ചെയ്യുന്നതും കോമഡി എങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് കോറസ് ആണ്. കോറസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് 12 to 15 പെർഫോമേഴ്സ് ഇൻ എ ഗ്രീക്ക് ഡ്രാമയാണ് കോറസ് എന്ന് പറയുന്നത്. മെയിൻ ആക്ഷൻസ് ഓഫ് ദ പ്ലേയെ കുറിച്ച് കമൻറ്റ് പറയുന്നത് ഈ കോറസ് ആണ്. അവർ ഡാൻസ് കളിക്കും, പാട്ട് പാടും, ആക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കോറസ് ആണ് ആ ഒരു ഇമോഷനെ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത്. ലീഡർ ഓഫ് ദ കോറസിനെയാണ് നമ്മൾ കോറിഫേയേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമുക്ക് തരുന്നു, സീനുകൾ തമ്മിലുള്ള കണക്ഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നു. ആൻഡ് ട്രാജഡീസിനകത്ത് കോറസ് എക്സ്പ്രസ് ചെയ്തിരുന്നത് ഫിയർ അല്ലെങ്കിൽ പിറ്റിയാണ്. കോമഡീസിനകത്ത് അവർ ഹ്യൂമർ അല്ലെങ്കിൽ സറ്റയർ ആണ് അവർ ഓഫർ ചെയ്തിരുന്നത്. കോറസ് ആണ് ഓഡിയൻസും ആക്ടേഴ്സും തമ്മിലുള്ളൊരു മീഡിയേറ്റർ എന്ന് പറയുന്നത്. ഓരോ ഇവൻറ്റ്സ് നടക്കുമ്പോൾ ഓഡിയൻസിന് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഓഡിയൻസിന് ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന ഈ കോറസ് ആണ്. പിന്നെ ഓരോ എപ്പിസോഡ്സ് തമ്മിലുള്ള ട്രാൻസിഷൻസ് മാർക്ക് ചെയ്യുന്നതും കോറസ് തന്നെയാണ്. ഈ കോറസിനെ നമുക്ക് വോയിസ് ഓഫ് റീസൺ എന്ന് വിളിക്കാം. കോറസിൻ്റെ റോള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഡിക്രീസ്ഡ് ആയി തുടങ്ങി. ഡയലോഗ്സ് ഒക്കെ കൂടിയപ്പോൾ കോറസിൻ്റെ ആക്ഷൻസ് എല്ലാം കുറഞ്ഞു. സോഫോക്ലിസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോറസിൻ്റെ ഇത് കുറച്ച് ക്യാരക്ടേഴ്സിന് ഹൈലൈറ്റ് കൊടുത്തത് കേട്ടോ. പിന്നെ റിതമും മ്യൂസിക്കാലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. കോറസ് ട്രഡീഷണൽ വാല്യൂസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഇവൻസിനെയൊക്കെ പറഞ്ഞിരുന്നത് കോറസ് തന്നെയായിരുന്നു. പിന്നെ മോഡേൺ തിയേറ്ററിൽ ബെർട്ടോൾഡ് ബ്രെറ്റ് എന്നുള്ള പിന്നെ പ്ലേ റൈറ്റ് കോറിക് എഫക്റ്റ് ഒക്കെ പിന്നെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യൻ തിയേറ്ററിൽ ഗ്രൂപ്പ് ആ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സൂത്രധാര അല്ലെങ്കിൽ നറേറ്റേഴ്സ് എന്ന് വിളിച്ചിരുന്നത്. കോറസിന് പകരം ആക്ഷനും റിഫ്ലക്ഷനും ഒക്കെ ഇത് ബാലൻസ് ചെയ്തിരുന്നു. പിന്നെ മിറക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ് ആൻഡ് മിസ്റ്ററി പ്ലേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനെ മൂന്നെണ്ണത്തിന് യൂറോപ്യൻ റിലീജിയസ് പ്ലേസ്, അതായത് ഈ 3 പ്ലേസും മെഡീവൽ ആയിട്ടുള്ള യൂറോപ്യൻ റിലീജിയസ് പ്ലേസ് ആണ്. മിസ്റ്ററി പ്ലേസ് എന്ന് വെച്ചാൽ ബിബ്ലിക്കൽ സ്റ്റോറീസിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നു. അതായത് ആഡമിൻ്റെ ഈവിൻ്റെ ക്രിയേഷൻ, നോവയുടെ ആർക്ക്, ഇതൊക്കെ പറഞ്ഞിരുന്നു. മിറക്കിൾ പ്ലേസ് എന്ന് വെച്ചാൽ സന്യാസിമാരുടെ അല്ലെങ്കിൽ സെയിൻസിൻ്റെ ലൈഫ്സും മിറക്കിൾസുമാണ്. മൊറാലിറ്റി പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോറൽ ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടി ഗുഡ് ബാഡ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിനെ വിർച്യൂസിനെ അലിഗോറിക്കൽ ക്യാരക്ടേഴ്സ് ആക്കി മാറ്റി. ഇതെല്ലാം ചർച്ച് പെർഫോമൻസുകളാണ്. ക്ലർജി ആയിരുന്നു ആദ്യം പെർഫോം ചെയ്തിരുന്നത്. പിന്നീട് ടൗൺ പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇവരുടെ ലാംഗ്വേജ് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് വെർണാക്കുലർ ലാംഗ്വേജിലോട്ട് മാറി. കോർപ്പസ് ക്രിസ്റ്റി ഫെസ്റ്റിവൽസിന്റെ സമയത്തായിരുന്നു ഇത് പെർഫോം ചെയ്തിരുന്നത്. ഒരു എക്സാമ്പിൾ ഓഫ് എ മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത് എവ്രി മാൻ എന്നുള്ളതാണ്. അത് സാൽവേഷനെ കുറിച്ചാണ്. ക്യാരക്ടേഴ്സ് വിർച്യൂസ് ആൻഡ് വൈസസ് ആയിട്ട് പേഴ്സോണിഫൈ ചെയ്തു. ക്രിസ്ത്യൻ ഡോക്ടറിൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മൊറാലിറ്റി പ്ലേസ് വന്നത്. പിന്നെ ചർച്ചിൽ നിന്ന് പിന്നീട് പബ്ലിക് പ്ലേസസിലോട്ട് ഈ പ്ലേസ് എല്ലാം മാറി. ആൻഡ് ഓൾസോ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് അല്ലായിരുന്നു, സിംബോളിക് ആയിരുന്നു. ആൻഡ് ഡയലോഗ്സ് കുറച്ചും കൂടെ സെക്യുലർ ആയിരുന്നു ആ സമയത്ത്. കോമിക് എലിമെന്റ്സ് കുറച്ചുണ്ടായിരുന്നു. പിന്നെന്താണ് പറയുന്നത്, മൊറാലിറ്റിക്കായിരുന്നു ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് മിറക്കിൾ, മൊറാലിറ്റി ആൻഡ് മിസ്റ്ററി പ്ലേസ്. നെക്സ്റ്റ് വരുന്നത് അരിസ്റ്റോട്ടിൽസ് തിയറി ഓഫ് ഡ്രാമയാണ്. അരിസ്റ്റോട്ടലിൻ്റെ പൊയറ്റിക്സ് ആണ്, അതായത് അദ്ദേഹത്തിൻ്റെ വർക്കാണ് പൊയറ്റിക്സ്. അതാണ് ഡ്രമാറ്റിക് തിയറിയെക്കുറിച്ച് നമുക്ക് തരുന്ന ഏർലിയസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. ട്രാജഡിയെ ഇദ്ദേഹം വിളിച്ചിരുന്നത് ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ എന്നാണ്. ആ ട്രാജഡിയുടെ ഡെഫിനിഷൻ ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്, അത് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. 6 എലമെന്റ്സ് ആണ് ട്രാജഡിയിലുള്ളതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 6 എലമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, പിന്നെ ഡിക്ഷൻ, മെലഡി, സ്പെക്ടക്കിൾ, അതായത് മ്യൂസിക്, സ്പെക്ടക്കിൾ. പ്ലോട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്. പ്ലോട്ടിനൊരു യൂണിറ്റി ഉണ്ടായിരിക്കണം. പ്ലോട്ടിന് ഒരു ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് ഉണ്ടായിരിക്കണം. ഇനി ഹമേർഷ്യ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് അദ്ദേഹം ഈ പോയിറ്റിക്സിനകത്ത് പറയുന്നുണ്ട്. ഹമേർഷ്യ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പിന്നെന്താ പറയുക ഒരു എലമെൻറ്റ് ഹമേർഷ്യ, ഒരു ട്രാജിക് ഫ്ലോ. കഥാർസിസ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റും കൂടിയുണ്ട്. കഥാർസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ, അതായത് ഓഡിയൻസിൻ്റെ മൈൻഡിൽ ഒരു സിമ്പതി, ആ ഹീറോയുടെ ഡൗൺഫോൾ കാണിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നണമല്ലോ, അങ്ങനെ നടക്കുന്ന ആ ഒരു പ്യൂരിഫിക്കേഷൻ ഓഫ് അവർ ഇമോഷൻസിനെയാണ് കഥാർസിസ് എന്ന് പറയുന്നത്. ട്രാജഡിയുടെ സോൾ എന്ന് പറയുന്നത് തന്നെ പ്ലോട്ടും ആണ്. ട്രാജഡിയിലൂടെ നമ്മൾ കഥാർസിസിൽ അറൈവ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹീറോ നോബിൾ ആയിരിക്കണം, പക്ഷേ ഇംപെർഫെക്റ്റ് ആയിരിക്കണം. അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഫ്ലോ ഉണ്ടായിരിക്കണം. പിന്നെ ട്രാജഡിയുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാജഡിയുടെ മറ്റ് 2 എലമെന്റ്സ് ആണ് പെരിപ്പിറ്റിയും അനഗ്നോറിസിസും. പെരിപ്പിറ്റി എന്ന് വെച്ചാൽ ഹീറോ ആദ്യമേ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ഹീറോ ആയിരിക്കും, പിന്നീട് അയാൾ ഫെയ്റ്റ് കൊണ്ട് അയാൾ പൂറായി മാറുന്നു. അതാണ് പെരിപ്പിറ്റി, അതായത് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയും. അടുത്തത് അനഗ്നോറിസിസ് ആണ്. അനഗ്നോറിസിസ് എന്ന് വെച്ചാൽ റെക്കഗ്നീഷൻ, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഹീറോ പെട്ടെന്ന് റിയലൈസ് ചെയ്യുന്നു, അതാണ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനഗ്നോറിസിസ്.
യൂണിറ്റി ഓഫ് ടൈം പ്ലേസും ആക്ഷൻ ഉണ്ടായിരിക്കണം. ലാംഗ്വേജ് ക്യാരക്ടറിനും സിറ്റുവേഷനും പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം. പിന്നെന്താണ് നമ്മുടെ സ്റ്റേജ് എഫക്റ്റ് അല്ലെങ്കിൽ സ്പെക്ടക്കിൾ എന്ന് പറയുന്നത് പ്ലോട്ടും ക്യാരക്ടറും ഒക്കെ കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് സ്പെക്ടക്കിൾ. പിന്നെ ട്രാജഡിയെ ഇദ്ദേഹം എപ്പിക് പോയട്രി ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ അരിസ്റ്റോട്ടിൽ. പിന്നെന്താണ് കോമഡിയെ കുറിച്ച് ഇദ്ദേഹത്തിന് വലിയ അഭിപ്രായമൊന്നുമില്ല. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫീരിയർ ക്യാരക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹീറോയുടെ ഡൗൺഫോൾ എന്ന് പറയുന്നത് വളരെ ട്രാജിക് ആയിരിക്കണം. പിന്നെന്താണ് ഫെയ്റ്റും ഫ്രീ വില്ലും സെൻട്രൽ ഐഡിയാസ് ആണ് ട്രാജഡിക്കകത്ത്. കോറസ് ആണ് യൂണിറ്റി ഓഫ് ദ പ്ലേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പൊയറ്റിക്സിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രസ തിയറി ആൻഡ് ഇന്ത്യൻ തിയേറ്റർ ആണ്. രസ തിയറി എന്ന് പറയുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്ന് വന്നതാണ്. രസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്തെറ്റിക് എസൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഫ്ലേവർ. 9 രസാസ് ആണുള്ളത്, നവരസാസ്. ലവ്, ലാഫ്റ്റർ, സോറോ, ആങ്കർ, ഹീറോയിസം, ഫിയർ, ഡിസ്ഗസ്റ്റ്, വണ്ടർ, പീസ്. ഈച്ച് രസ എന്ന് പറയുന്നത് ഓരോ ഡോമിനന്റ് ഇമോഷനെ കറസ്പോണ്ട് ചെയ്യുന്നു. ഡോമിനന്റ് ഇമോഷനെ വിളിക്കുന്ന പേരാണ് സ്ഥായി ഭാവാസ്. തിയേറ്ററിന്റെ എയിം എന്താണ്? ഓഡിയൻസിനുള്ളിൽ ഈ രസങ്ങളെ ഇവോക്ക് ചെയ്തെടുക്കുക. ആക്ടറിന്റെ എക്സ്പ്രഷനെയാണ് നമ്മൾ അഭിനയ എന്ന് പറയുന്നത്. ആക്ടർ ഈ ഒരു എക്സ്പ്രഷനിലൂടെയാണ് ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അഭിനയ എന്ന് പറയുമ്പോൾ ഫേഷ്യൽ ജസ്റ്റേഴ്സ് ഉണ്ട്, വെർബൽ ഉണ്ട്, ഫിസിക്കൽ എലിമെന്റ്സ് ഉണ്ട്. ഓഡിയൻസ് ഈ രസയെ ഒരു യൂണിവേഴ്സൽ ഇമോഷനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ സാൻസ്ക്രിറ്റ് തിയേറ്റർ ആയിരുന്നു കുറച്ചും കൂടി സേക്രഡ് ആൻഡ് എന്റർടൈനിങ് ആയിട്ടുള്ള തിയേറ്റർ. ഗോഡ്സിന്റെ കിങ്സിന്റെ മോറൽ സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്ന സാൻസ്ക്രിറ്റ് തിയേറ്ററിൽ. കാളിദാസ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വർക്ക്സിൽ രസയെക്കുറിച്ചൊക്കെ എംബോഡി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള പ്ലേക്കകത്തൊക്കെ. പിന്നെ സ്റ്റേജ് മാനേജറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂത്രധാര അല്ലെങ്കിൽ നറേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് പെർഫോമൻസിനെ ഗൈഡ് ചെയ്യുന്നത്. മ്യൂസിക്കും ഡാൻസും ഇന്റഗ്രൽ പാർട്സ് ആയിരുന്നു. സ്റ്റേജ് സെറ്റിംഗ്സ് ഒക്കെ വളരെ മിനിമൽ ആയിരുന്നു. ഓഡിയൻസ് എന്ന് പറയാം. പിന്നെ നാട്യശാസ്ത്ര എന്നുള്ള ഭരതമുനിയുടെ നാട്യശാസ്ത്ര എന്നുള്ള വർക്കിനകത്താണ് ഒരു നാടകത്തിന്റെ ടോൺ എങ്ങനെ വേണം, സ്ട്രക്ചർ എങ്ങനെ വേണം എന്ന് എഴുതിയിട്ടുള്ളത്. നാട്യശാസ്ത്രക്കകത്ത് തിയേറ്ററിനെ ഒരു ഡിവൈൻ ആർട്ട് ഫോം ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മാവ് ക്രിയേറ്റ് ചെയ്ത ഡിവൈൻ ആർട്ട് എന്നാണ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തിയേറ്ററിനെ കുറിച്ച്. പിന്നെന്താണ് ഡ്രാമയും പോയട്രിയും ഡാൻസും എല്ലാം ഒരു സിംഗിൾ പെർഫോമൻസ് ആർട്ടിനകത്ത് വരുന്നു. അതാണ് ഇതെന്ന് പറയുന്നത് തിയേറ്റർ അല്ലെങ്കിൽ ഡ്രാമാസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് തിയേറ്റർ ഫോംസ് ആണ്. എലിസബീതൻ തിയേറ്റർ എന്ന് പറയുന്നത് ഫ്ലറിഷ്ഡ് അണ്ടർ ഷേക്സ്പിയർ ആണ്. ഓപ്പൺ എയർ തിയേറ്റർ ആയിരുന്നു. ഇറ്റ് വാസ് സോ പൊയറ്റിക് ആണ്. പിന്നെ റെസ്റ്റോറേഷൻ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1660 ശേഷമുള്ള തിയേറ്ററാണ് റെസ്റ്റോറേഷൻ തിയേറ്റർ. വിറ്റി കോമഡീസും ഇൻഡോർ സ്റ്റേജസും ഫീമെയിൽ ആക്ടേഴ്സും ഒക്കെ വന്നു. എപ്പിക് തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെർട്ടോൾട്ട് ബ്രെറ്റ് എന്നുള്ള പ്ലേ റൈറ്റിന്റെ തിയേറ്ററിനെയാണ് നമ്മൾ എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. അതായത് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിനെ കുറച്ച്, അതായത് ഓഡിയൻസിന് കമന്റ് ചെയ്യാം, ഓഡിയൻസിന് ക്രിട്ടിസൈസ് ചെയ്യാം സ്റ്റേജിൽ നടക്കുന്ന ആക്ഷൻസിനെ. അതായത് ഓഡിയൻസിനുള്ളിൽ ഒരു അവയർനെസ് കൊണ്ടുവരുന്നു. ഓഡിയൻസ് ഇങ്ങനെ കഥ മുഴുകിയിരുന്ന് കാണുന്നതിന് പകരം ആ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് അവരെ കുറഞ്ഞ് തിങ്ക് ചെയ്യിപ്പിച്ച് ചെയ്യുന്നതാണ് എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മുടെ ബെർട്ടോൾട്ട് ബ്രെറ്റ് എന്നുള്ള പ്ലേ റൈറ്റ് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഡീഫെമിലിയറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഓഡിയൻസിനെ ഡീഫെമിലിയറൈസ് ചെയ്തിട്ട് അവർക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള രീതിയിൽ പ്ലേയെ പ്രസന്റ് ചെയ്യും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യിപ്പിക്കുക. അതാണ് എപ്പിക് തിയേറ്ററിന്റെ ഒരു പ്രത്യേകത. പിന്നെ വരുന്നത് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് ആണ്. World War II ശേഷം വന്നതാണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്. പ്ലോട്ട് അല്ല, ഇല്ലോജിക്കലാണ്. ഒരു ബിഗിനിങ് മിഡിൽ എൻഡ് ആ ഒരു ഓർഡർ കാണത്തില്ല. പിന്നെ എന്താണ് ബെക്കറ്റും യൂജീൻ ഇനസ്കോയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബ്സേർഡ് പ്ലേ റൈറ്റ്സ് എന്ന് പറയുന്നത്. വെയിറ്റിംഗ് ഫോർ ഗോദോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ബെക്കറ്റിൻ്റെ. ഇനി അടുത്ത പ്രോബ്ലം പ്ലേ ആണ്. പ്രോബ്ലം പ്ലേ എന്ന് വെച്ചാൽ സോഷ്യൽ ആൻഡ് മോറൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹെൻറിക് ഇബ്സന്റെ എ ഡോൾസ് ഹൗസ് ആണ് പ്രോബ്ലം പ്ലേക്ക് എക്സാമ്പിൾ. ഇനി അടുത്ത സാൻസ്ക്രിറ്റ് തിയേറ്റർ ആണ്. സാൻസ്ക്രിറ്റ് തിയേറ്റർ എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ ഇന്ത്യൻ ഫോം ആണ്. പിന്നെ നാട്യശാസ്ത്ര, രസ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് സാൻസ്ക്രിറ്റ് തിയേറ്റേഴ്സ് പ്ലേ ചെയ്യുന്നത്. മോഡേൺ ഇന്ത്യൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിക്കലാണ്, പൊളിറ്റിക്കലാണ്, റീജിയണൽ വൈസ് ആണ്. വിജയ് ടെണ്ടുൽക്കർ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡേൺ ഇന്ത്യൻ ആർട്ടിസ്റ്റ് പ്ലേ റൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡയസ്പോറ തിയേറ്റർ എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് മൈഗ്രേഷൻ, ഐഡന്റിറ്റി ഇതിനെക്കുറിച്ചൊക്കെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. തിയേറ്റർ ഓഫ് ആങ്കർ ഉണ്ട്. തിയേറ്റർ ഓഫ് ആങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറിന് ശേഷമുള്ള ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്യാണ് ഇൻഫ്ലുവൻസ് ചെയ്തൊരു തിയേറ്ററാണ് തിയേറ്റർ ഓഫ് ആങ്കർ എന്ന് പറയുന്നത്. പിന്നെ ഫെമിനിസ്റ്റ് തിയേറ്റർ ഉണ്ട്. അത് ജെൻഡർ, ബോഡി, സോഷ്യൽ റോൾസിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് ഫെമിനിസ്റ്റ് തിയേറ്റർ. എൻവയോൺമെന്റൽ തിയേറ്റർ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ്, അതായത്
ഈ എന്താ പറയുക ഓഡിയൻസും സ്റ്റേജും തമ്മിലുള്ള ബൗണ്ടറി കാണത്തില്ല. ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ളതായിരിക്കും പെർഫോമൻസ്. പിന്നെ സ്ട്രീറ്റ് തിയേറ്റർ ഉണ്ട്, അതായത് തെരുവ് നാടകങ്ങൾ. ഇപ്പോൾ പബ്ലിക് സ്പേസിൽ പെർഫോം ചെയ്യുന്നു. സോഷ്യലി കോൺഷ്യസ് ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പബ്ലിക്കിനെ കുറച്ച് എന്താ പറയുക മോറലി ഒന്ന് അവെയർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇഷ്യൂസ് എടുത്തിട്ട് പറയും. സിംബോളിസ്റ്റ് തിയേറ്റർ ഉണ്ട്, അത് ഡ്രീമിനെയും സ്പിരിച്വാലിറ്റിയെ ഫോക്കസ് ചെയ്യുന്നു. നാച്ചുറലിസ്റ്റ് തിയേറ്റർ ഉണ്ട്, റിയലിസ്റ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആന്റൺ ചെക്കോ ഒക്കെ നാച്ചുറലിസ്റ്റിക് തിയേറ്ററിന്റെ ആളാണ്. എക്സ്പെരിമെന്റൽ തിയേറ്റർ ഉണ്ട്, അത് ട്രഡീഷണൽ ഫോംസ് ഓഫ് ഡ്രാമയെ ചലഞ്ച് ചെയ്തിട്ട് അങ്ങനെയുള്ള പുതിയ പുതിയ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത്. പൊളിറ്റിക്കൽ തിയേറ്റർ ഉണ്ട്, പൊളിറ്റിക്കൽ തിയേറ്ററിനെയാണ് അജിറ്റ് പ്രോപ്പ് എന്ന് പറയുന്നത്. ആക്ടിവിസ്റ്റ് തീംസ് ആണ്. പിന്നെ പപ്പറ്റ് തിയേറ്റർ ഉണ്ട്. പപ്പറ്റ് തിയേറ്റർ എന്ന് വെച്ചാൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഫിഗേഴ്സും ഡോൾസും പപ്പറ്റ്സും ഒക്കെ വെച്ചിട്ട്. മൈം ആൻഡ് മൂവ്മെന്റ് തിയേറ്റർ ഉണ്ട്, നോൺ വെർബൽ പെർഫോമൻസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി തിയേറ്റർ ഉണ്ട്, അതായത് ഈ ലോക്കൽ സോഷ്യൽ അവയർനെസ് പെർഫോമൻസുകളൊക്കെ നടത്തുന്നത്. പിന്നെ ഇന്റർ കൾച്ചറൽ തിയേറ്റർ ഉണ്ട്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സ്റ്റൈലിൽ നടത്തുന്നുണ്ട്. കേരളാസ് തിയേറ്റർ ഉണ്ട്, അത് കൂടിയാട്ടം, കഥകളി, നങ്ങ്യാർകൂത്തൊക്കെയാണ് കേരളത്തിലെ തിയേറ്ററിക്കൽ ഫോംസ് എന്ന് പറയുന്നത്.